ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ കൗതുകകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഊർജം. അതായത് എല്ലാം ഊർജമാണ്. അതെ, നിങ്ങളിരിക്കുന്ന കസേര മുതൽ നിങ്ങളുടെ മനസ്സിലെ ചിന്തകളും വികാരങ്ങളും വരെ ഈ കാണുന്നതെല്ലാം ഊർജമാണ്. ചുരുക്കി പറഞ്ഞാൽ ഊർജം തന്നെയാണ് എല്ലാം. നിങ്ങളുടെ ചുറ്റുപാടുകളൊന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളുടെ കസേര, മേശ, ഫോണ് എല്ലാം ഊർജം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഊർജമാണ്. ശാസ്ത്രം പറയുന്നത് ഊർജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, അതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ. ഇതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഊർജത്തെ അത് നമ്മുടെ അനുകൂലമാകുന്ന രീതിയിലേക്ക് ഉപയോഗിക്കാമെന്നാണ്. നമ്മുടെ ശരീരം ഒരു ഭൗതിക വസ്തു മാത്രമല്ല, അതൊരു ഊർജ കേന്ദ്രമാണ്. നമ്മുടെ ചുറ്റുപാടുകളിലെ എല്ലാം, മരങ്ങൾ, പക്ഷികൾ, പുഴുക്കൾ എല്ലാം ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ശരീരവും അങ്ങനെ തന്നെ. ഈ വൈബ്രേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ ഊർജത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഊർജത്തിൻ്റെ ശക്തി മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ മനസ്സിൽ ഒരു കാർ വാങ്ങണം എന്ന് തോന്നുന്നു. ആ കാറിൻ്റെ വ്യക്തമായ ചിത്രം നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കൂ. അത് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നും? ആ സന്തോഷം, ആ ഒരു ആവേശം എല്ലാം നിങ്ങളുടെ മനസ്സിൽ അനുഭവിക്കൂ. ഇപ്പോൾ നിങ്ങളുടെ ഈ ചിന്തകളും വികാരങ്ങളും ഒരു പ്രത്യേക വൈബ്രേഷൻ സൃഷ്ടിക്കുന്നു. പ്രപഞ്ചം ഈ വൈബ്രേഷനുമായിട്ട് യോജിക്കുന്നു. അങ്ങനെ ആ കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു. പക്ഷേ ഇതിൻ്റെ മറുവശം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിലോ, എനിക്കൊന്നും നടക്കത്തില്ല, എൻ്റെ ജീവിതം മോശമാണ് എന്നൊക്കെ ചിന്തിക്കുവാണെങ്കിൽ ആ വൈബ്രേഷനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കൂ, കാരണം അവ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു. ഈ ആശയം പുതിയതല്ല. പുരാതന ഈജിപ്തിൽ ഈ വൈബ്രേഷന്റെ രഹസ്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ പുരാതന നിർമ്മിതികളിൽ കാണുന്ന ചില ഡിസൈനുകൾ ശബ്ദതരംഗങ്ങളുടെ പാറ്റേണുകളാണ്. ഈ ശബ്ദങ്ങൾ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് 432 ഹെർട്സ് മ്യൂസിക് നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ഈ മ്യൂസിക്കിന് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഒരു പ്രത്യേക ഫ്രീക്വൻസി സൃഷ്ടിക്കുന്നു. ഉദാഹരണത്തിന് സ്നേഹം എന്ന വാക്ക് ഒരു ഉയർന്ന വൈബ്രേഷൻ സൃഷ്ടിക്കുന്നു. അതേസമയം വെറുപ്പ് ഒരു താഴ്ന്ന വൈബ്രേഷനാണ്, അതായത് ലോ വൈബ്രേഷൻ. സമാധാനം എന്ന വാക്ക് ഉയർന്ന വൈബ്രേഷനാണ്, എന്നാൽ പേടിയോ താഴ്ന്ന ഊർജമാണ്. നമ്മുടെ നാട്ടിൽ ഓം എന്ന മന്ത്രം ചൊല്ലുന്നുണ്ട്, അല്ലേ? അതൊരു ഉയർന്ന വൈബ്രേഷൻ സൃഷ്ടിക്കുന്നു. ക്ഷേത്രങ്ങളിലും പള്ളികളിലും മണി മുഴങ്ങുമ്പോഴോ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴോ നമ്മൾ ഈ ഊർജത്തെ ഉണർത്തുകയാണ്. ഈ ശബ്ദങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഉയർന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതം ഒരു വൈബ്രേഷനാണ്. നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും എല്ലാം ഒരു വൈബ്രേഷനാണ്. ഈ ലോകത്തിലെ ഓരോ വസ്തുവും, കല്ലും മണ്ണും പോലും ഒരു പ്രത്യേക രീതിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വൈദ്യുതി അതും ഒരു തരം വൈബ്രേഷൻ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം ഒരേ ഊർജത്തിൻ്റെ പല രൂപങ്ങളാണ്. നിങ്ങൾക്കിതിനെ ദൈവമെന്ന് വിളിക്കാം, പ്രകൃതിയുടെ ശക്തി എന്ന് വിളിക്കാം. എന്തായാലും എല്ലാം ഉത്ഭവിക്കുന്നത് ഒരൊറ്റ കേന്ദ്ര ഊർജത്തിൽ നിന്നാണ്. നമ്മുടെ ബുദ്ധൻ പോലും പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ ഉദിക്കുന്നതെന്തും ശരീരത്തിൽ ഒരു അനുഭൂതിയായിട്ട് ഒഴുകാൻ തുടങ്ങുമെന്ന്. ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഓരോ ജീവജാലവും വ്യത്യസ്തമായ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വൈബ്രേഷൻ അതുല്യമാണ്. നമ്മുടെ അനുഭവങ്ങൾക്കനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ സാധാരണയായി നമ്മുടെ സ്വന്തം വൈബ്രേഷനുമായി ചേർന്ന് പോവുകയാണ്. പക്ഷേ പുറത്തു നിന്നുള്ളതും അകത്തു നിന്നുള്ളതുമായ പല കാര്യങ്ങൾക്കും ഈ വൈബ്രേഷനെ സ്വാധീനിക്കാൻ കഴിയും. ഇതെല്ലാം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളെല്ലാം എനർജിയാണെന്ന്.
നമ്മൾ ഓരോ സമയം സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും ചെയ്യുന്ന എനർജി ബീങ്സ് ആണ്. നമ്മുടെ വൈബ്രേഷൻസ്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഇമോഷൻസ് എല്ലാം ചേർന്നൊരു ഫ്രീക്വൻസി ഉണ്ടാക്കുന്നു. അതാണ് നമ്മുടെ ഓറ, അതായത് നമ്മുടെ എനർജറ്റിക് ഫീൽഡ്. നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തിയാൽ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നവും മാറ്റം വരുത്താൻ കഴിയും. ശരീരവേദനകളും ധനസമ്പത്ത് നേടലും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉന്നമനവുമൊക്കെ സാധ്യമാണ്. നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം: തോട്ട് പ്ലസ് ഇമോഷൻ പ്ലസ് ഫീലിംഗ് ഈക്വൽ ടു എനർജി ഈക്വൽ ടു വൈബ്രേഷണൽ ഫ്രീക്വൻസി. അതാണ് നമ്മുടെ ശക്തിയുടെ ഉറവിടം. അതായത് ഒന്നും കൂടി ഒരു ഉദാഹരണം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സ്നേഹം എന്ന വാക്ക് എടുത്താൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന എനർജി വൈബ്രേഷൻ വളരെ ഉയർന്നതായിരിക്കും. അതേസമയം വിഷമം പോലുള്ള വാക്കുകൾ വളരെ ചുരുങ്ങിയ ഫ്രീക്വൻസി നൽകും. ശാന്തി എന്നത് ഹൈ ഫ്രീക്വൻസി വൈബ്രേഷൻ ആണ്, പക്ഷേ വിഷമം എന്നിവ വളരെ താഴ്ന്ന വൈബ്രേഷൻ ഉളവാക്കും. ദൈവത്തിന്റെ പേര് ഉച്ചരിക്കുമ്പോൾ അതിൽ ഏറ്റവും ഹൈ വൈബ്രേഷൻ ഉണ്ടാക്കുന്നു. അതേസമയം നെഗറ്റിവിറ്റി നിറഞ്ഞ ആലോചനകൾ ഉള്ളപ്പോൾ അതിന്റെ ഫ്രീക്വൻസി വളരെ താഴ്ന്നതായിരിക്കും. നമ്മുടെ ചിന്തകളെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നത് നല്ല കാര്യങ്ങൾ പറയുക, നല്ല കാര്യങ്ങൾ സങ്കല്പിക്കുക, ഉള്ളതിന് നന്ദി പറയുക. ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരവും ലക്ഷ്യബോധമുള്ളവനുമാക്കാൻ സഹായിക്കും. ഈ കാര്യങ്ങൾക്ക് വലിയ തത്വചിന്തകന്മാരുടെ പിന്തുണയുണ്ട്. എല്ലാ തത്വചിന്തകന്മാരും പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകേണ്ടത് നമ്മൾ തന്നെയാണെന്നാണ്. നമ്മൾ ബോധപൂർവം നല്ല ചിന്തകളും വിശ്വാസങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അടിസ്ഥാനപരമായി സമാനമായ ഊർജങ്ങൾ പരസ്പരം ആകർഷിക്കും. നിങ്ങൾ ഒരു പ്രത്യേക ഊർജ നിലയിൽ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതേ ഊർജ നിലയിലുള്ള ആളുകളെയും വസ്തുക്കളെയും അനുഭവങ്ങളെയും നിങ്ങൾ ആകർഷിക്കും. നിങ്ങൾക്ക് ഒരു പുതിയ കാർ വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായൊരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുക. നിങ്ങൾ അത് ഓടിക്കുമ്പോൾ എങ്ങനെയിരിക്കുമെന്ന് സങ്കല്പിക്കുക. ആ സന്തോഷം അനുഭവിക്കുക. പ്രപഞ്ചത്തിന് നിങ്ങളെ ഈ ഊർജവുമായി ബന്ധിപ്പിക്കുകയല്ലാതെ വേറെ വഴിയില്ല. നിങ്ങൾ പക്ഷേ ചുറ്റും നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഊർജ്ജനില താഴ്ന്നിരിക്കും. അപ്പോൾ പ്രപഞ്ചത്തിന് ആ താഴ്ന്ന ഊർജവുമായി നിങ്ങളെ ബന്ധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം. നമ്മളെക്കുറിച്ച് ബോധവാന്മാരായി ഇരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്. ഓരോ ചിന്തയ്ക്കും ഓരോ വികാരത്തിനും അതിൻ്റേതായ ഒരു ഊർജമുണ്ട്, ഒരു പ്രത്യേക വൈബ്രേഷനുണ്ട്. ഈ ചിന്തകളുടെയും വികാരങ്ങളുടെയും ഊർജം പലപ്പോഴും വാക്കുകളിലൂടെയാണ് നമുക്ക് പുറത്തു വരുന്നത്. ഒരു വാക്ക് നമ്മൾ വെറുതെ ചിന്തിച്ചാൽ പോലും അല്ലെങ്കിൽ സംസാരിച്ചാൽ പോലും അതിനൊരു പ്രത്യേക എനർജി പുറപ്പെടുവിക്കാൻ കഴിയും. ആ വാക്ക് മറ്റൊരാൾ കേൾക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാക്കും. വാക്കിൻ്റെ അർത്ഥവും അത് പുറപ്പെടുവിക്കുന്ന ഊർജത്തിൻ്റെ അളവും അനുസരിച്ച് ഈ അനുഭവം മാറും. ഇനി നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താനുള്ള വഴികൾ പറയാം. ഒന്നാമത്തെ കാര്യം, നന്ദി പ്രകടിപ്പിക്കുക. എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക. എനിക്ക് ഈ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിന് നന്ദി, എൻ്റെ കുടുംബത്തിന് നന്ദി. ഈ നന്ദി ഡെയിലി നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയരും. ഓരോ നിമിഷവും നിങ്ങൾ നന്ദി പറയുക. ഇനി രണ്ടാമത്തെ വഴി, ഇപ്പോൾ ഈ നിമിഷം ജീവിക്കുക. ഇപ്പോൾ ഈ നിമിഷം പൂർണ്ണമായിട്ടും ജീവിക്കുക. നിങ്ങളുടെ ഫോണൊന്ന് മാറ്റിവെച്ച് ചുറ്റുമുള്ള ലോകത്തെ ശ്രദ്ധിക്കൂ. ഒരു ചായ കുടിക്കുമ്പോൾ അതിൻ്റെ രുചിയും മണവും ആസ്വദിക്കൂ. ഇനി മൂന്നാമത്തെ വഴി, നല്ല ആളുകളുമായിട്ട് ഇടപഴകൂ. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ ഊർജത്തെ സ്വാധീനിക്കുന്നു. പോസിറ്റീവായ ആളുകളോടൊപ്പം സമയം ചെലവഴിക്കൂ. നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ പൂന്തോട്ടം ഉണ്ടാക്കൂ. ഇനി നാലാമത്തെ കാര്യമാണ് ധ്യാനം, അതായത് മെഡിറ്റേഷൻ. ദിവസവും 10 മിനിറ്റ് ധ്യാനിക്കൂ. ഒരു ശാന്തമായ സ്ഥലത്തിരുന്ന് നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കൂ. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ഊർജത്തെ ഉയർത്തുകയും ചെയ്യും. ഇനി അഞ്ചാമത്തെ കാര്യം, പ്രകൃതിയുമായിട്ട് ഇടപഴകുക.
നിങ്ങളുടെ നാട്ടിലെ ഒരു പുഴയുടെ തീരത്ത് പോയി കുറച്ചു നേരം ഇരിക്കൂ. മരങ്ങളുടെ ഇലകൾ കാറ്റിലാടുന്നത് കാണുക. പ്രകൃതിയുടെ ഊർജം നിങ്ങളുടെ വൈബ്രേഷനെ ഉയർത്തും. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാകട്ടെ. ഈ ഊർജത്തിന്റെ ശക്തി മനസ്സിലാക്കി നിങ്ങളുടെ വൈബ്രേഷനെ ഉയർത്തുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ, നിങ്ങളുടെ ജീവിതത്തെ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കാൻ ഈ ഊർജത്തെ ഉപയോഗിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്